ഹായ് ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എനിക്കിന്നൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആകുകയാണ്. അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് ബാക്കി കാണിക്കാം. ഒരുങ്ങിയാണ് ഗായ്സ്. അടങ്ങി മുടി കെട്ടി വയ്ക്കാം. ഞാൻ മുഖമൊക്കെ കഴുകി തുടച്ച് മുഖമൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. ഒന്നും ഇട്ടിട്ടില്ല. അത് ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ ആദ്യം കുറച്ച് ലിപ് ബാം ഓൾറെഡി ഇട്ട് വയ്ക്കും. കാരണം ഇവിടുത്തെ വെതർ ഭയങ്കര ഡ്രൈ ആയത് കാരണം എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസർ ഇടണം. സോ മോയ്സ്ചറൈസർ ഇടുന്നതിന് മുമ്പേ ഒരു കാര്യമുണ്ട്. മോയ്സ്ചറൈസർ ഇവിടെ കഴിയുന്നത് ഞാൻ സൺസ്ക്രീൻ ഇടും. സണ്ണുണ്ടെങ്കിലും ഇല്ലെങ്കിലും better to use sunscreen when you are going out. മോയ്സ്ചറൈസർ ഇട്ടു. എൻ്റെ സ്കിൻ കണ്ടോ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. ഇട്ടാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫേസ് വരുമ്പോഴാണ് ഞാൻ ഈ ഫൗണ്ടേഷനും കൺസീലറും അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല. കാരണം എനിക്ക് അങ്ങനെ മറയ്ക്കാനും മാത്രം പാടൊന്നുമില്ല. ആകെ കുറേ മറുകളുണ്ട് അവിടെ ഇടയ്ക്ക്. അതുകൊണ്ട് എനിക്ക് കൺസീലറിൻ്റെ ആവശ്യം വരില്ല. ഞാൻ ഉപയോഗിക്കുന്നത് BB ക്രീമാണ്. കണ്ടോ, ഈ LCFിൻ്റെ BB ക്രീം യൂസ് ചെയ്ത് ഒരു പീ സൈസ് ഇത്ര എടുക്കുള്ളൂ. ഞാൻ പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ജസ്റ്റ് പുട്ട് സം ഡോട്ട്സ് ഓൺ ഫേസ്. ദാറ്റ്സ് ഇറ്റ്. ഡോട്ട്സ് ഈക്വൽ ആയിരിക്കണം. അത് അൺഈക്വൽ ആയിട്ടിരിക്കരുത്. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് ഗൈസ്. ഇന്ന് ഞാൻ അപ്പോൾ തണുപ്പില്ല ഇവിടെ. സാധാരണ പ്രശ്നമില്ല. അല്ലാതെ തണുപ്പുള്ള ദിവസം ഞാൻ ഇവിടെ ഇറങ്ങാറില്ല. ഇന്ന് ഇതായത് കാരണം ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ പോയി അത്രയുള്ളൂ. അല്ലാതെ പോയി അത്രയുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കണ്ണിൻ്റെ അടിയിലും ഞാൻ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്ലോ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇടുക. പിന്നെ നമ്മുടെ ഐബ്രോസിനും കുറച്ച് BB ക്രീം പറ്റി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്യാം നൈസായിട്ട്. പിന്നെ എക്സസ് ആയിട്ടുള്ള അവിടെ ഇവിടെയൊക്കെ സൈഡിലും ബ്രിഡ്സിലും ഒക്കെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ സെറ്റായില്ലേ? ഇനി ഇത് നമുക്ക് വേണ്ടത്, എൻ്റെ കയ്യിൽ ഈ ഒരു പാരറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സൺകിസ്ഡ് സീക്രട്ട് ക്രഷ് എന്ന് പറഞ്ഞ ഇത് എനിക്ക് ഈ ന്യൂഡ് സൈസാണ് കൂടുതലിഷ്ടം. ഇങ്ങനെ തളഞ്ഞിരിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് നോ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് പറ്റിയ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ആദ്യം കൊടുക്കുക. പിന്നെ കുറച്ച് ഡാർക്ക് കൊടുത്തിട്ട് ഇച്ചിരി ലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഡാർക്ക് കൊടുക്കട്ടെ. ശരിക്കും എല്ലാം ഞാൻ മിനിമലായിട്ട് ഉപയോഗിക്കുള്ളൂ. ഇത് ജസ്റ്റ് ഇത് തരാൻ വേണ്ടിയിട്ട്, എന്നാ പറയുക, കുറച്ച് ഡിഫൈൻഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഐഷേഡോ ഒരു സൈഡ് നമ്മൾ കൊടുത്തു. കൂടി പോകല്ലേ, എല്ലാം ഒരു ലെവലിന് ഇടാവുള്ളൂ. അപ്പോൾ ഇട്ടതുപോലെ അറിയുന്നില്ല, ബട്ട് അതിൻ്റെ ഒരു മാറ്റമില്ല. സോ ഈ സൈഡും അതുപോലെ തന്നെ അതെല്ലാം കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് ഗൈസ്. എനിക്ക് ആപ്ലിക്കേറ്റർ യൂസ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും അറിഞ്ഞൂടാ. സോ എല്ലാം കൈ കൊണ്ടാണ് ഞാൻ ഇതും യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കതാണ് ശീലം. എന്നാൽ എനിക്ക് ഇതിടേണ്ട അമൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റും. സോ അതുകൊണ്ട് കുറച്ചായിട്ട് യൂസ് ചെയ്യുക. എൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിലും ശരി. ഓക്കെ, സോ ദിസ് ഇസ് ഡൺ. ഇതിന് മേളിൽ ലൈറ്റും കൂടെ ആഡ് ചെയ്യണം.
ആയിട്ടുള്ള ഈ ഐ ഷാഡോ ജസ്റ്റ് ഈ മിഡിൽ പാർട്ടും അപ്പർ പാർട്ടും കുറച്ച് അങ്ങനെ. ഷുഗർ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് ഗൈസ്, എന്നാലും നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഗ്ലിറ്ററിഷ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ജസ്റ്റ് വേക്കണ്ട ഇത്രയും നമ്മൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ കൊടുക്കുക, അപ്ലൈ ചെയ്താൽ മതി. ഈ സൈഡ് കണ്ണായിട്ടുണ്ട്, ഈ സൈഡും കൂടെ കുറച്ച് ആഡ് ചെയ്താൽ മതി. പുതുക്കെ ഇടാവുമ്പോൾ ഓവറായി കഴിഞ്ഞാൽ ഗ്ലിറ്ററൊക്കെ എടുത്തായി, അതുകൊണ്ട് വെരി മിനിമൽ എമൗണ്ട്. ഐ ഹോപ്പ് ഇത് മതിയും തോന്നുന്നു. ടു മച്ച് എന്ത് എക്സസ് ആയാലും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ഈ സൈഡ് ഗ്ലിറ്റർ അറിയുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ ഐ ഷാഡോ. ഞാൻ കൊടുത്ത ഐ ഷാഡോ കോൺട്രിന്യൂ ചെയ്യാറുണ്ട്. കോൺട്രിന്യൂ ചെയ്ത് തീർക്കാം. ഉള്ളൂ ഗൈസ്. നമ്മൾ ഈ ബ്രഷൊക്കെ ഇടയ്ക്ക് ഒന്ന് കഴുകണം കേട്ടോ. ഞാനൊരു മന്ത്ലി വൺസ് കഴുകാറുണ്ട്. ഇങ്ങനെ ബിസി ഷെഡ്യൂളൊക്കെ ആയത് കാരണം അധികം സമയം കിട്ടാറില്ല. അപ്പോൾ ഓക്കെ, ഇത് നമ്മളിട്ടു. ഇനി ഹൈലൈറ്റർ കണ്ടോ, എനിക്ക് ഒറ്റ പാലറ്റ് മതി ഗൈസ്. എൻ്റെ കയ്യിൽ അങ്ങനെ എന്നാ പറയുന്നത്, അങ്ങനെ ഒരു വലിയ ബാഗൊന്നും പിടിക്കേണ്ടതുകൊണ്ട് ആവശ്യമില്ല. ഉള്ളതൊക്കെ വെച്ച് സിമ്പിളായിട്ട് നൈസായിട്ട് ഈ ഒരു പാലറ്റ് വെച്ച് ഞാൻ എൻ്റെ എല്ലാം കവർ ചെയ്തു ഗൈസ്. കൊള്ളാം, സെറ്റ്. ഗ്ലോ മേക്കപ്പ് ഇവിടെ ഹൈലൈറ്റർ ഞാൻ മൂക്കിൻ്റെ എഡ്ജിൽ, ഇവിടെ ചിന്നിൽ, a bit in the cheek as well, because when you sweat it will glow up, it will give a glowy finish. ഞാനൊരു സ്വെറ്റി പേഴ്സൺ ആണ്, അതുകൊണ്ട് മുഖം എൻ്റെ സ്വെറ്റി. സോ അത്രേ ഉള്ളൂ. ഐബ്രോ എനിക്ക് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ടു മച്ച്, ഇറ്റ്സ് ഓൾറെഡി ഇൻ ഷേപ്പ്. ഐ യൂസ് കാജൽ. നമ്മൾ ലൈറ്റായിട്ട്, ഞാൻ ഫുൾ എഴുതില്ല, ഞാൻ ഫുൾ ഇടില്ല, ജസ്റ്റ് ദിസ് മച്ച് ആൻഡ് ഹിയർ ടു ദിസ് മച്ച്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എഡ്ജിൽ മാത്രമേ എഴുതുള്ളൂ. ബിക്കോസ് ഐ ലൈക്ക് ദിസ് ഈസ് മൈ കൈൻഡ് ഓഫ് സ്റ്റൈൽ. എനിക്കിത് ഇഷ്ടമായത് കാരണം ഞാൻ ചെയ്യുന്നു. ഓക്കെ, ദിസ് വിൽ ഗിവ് മീ എ പോപ്പ് ലുക്ക് ഫോർ ദി ഐ. ആൻഡ് എൻ്റെ ഐസിൻ്റെ ഷേപ്പിൽ ഐ ഫൗണ്ട് ഇറ്റ് പെർഫെക്റ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ മസ്കാറ ഞാൻ യൂസ് ചെയ്യുന്നത് മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. മെയ്ഡ് ഇൻ ഡെവലപ്ഡ് ആൻഡ് ഡിസൈഡ് ഇൻ യൂറോപ്പ്. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്, ജോർജിയൻ. ഇത് നല്ലൊരു കർവി ഫിനിഷ് ലുക്ക് തരും നമുക്ക്. അതുകൊണ്ട് കോൺഫിഡൻസ്. സോ നല്ല വോളിമൈസ് ആയിട്ട് നിൽക്കും, ലെങ്തനിങ് കൊടുക്കും ഐലാഷസിന്. ബേസിക്കലി ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതും ഐലൈനറും കൂടെയാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് ഇതിൻ്റെ സെറ്റ്. ഞാൻ ഓൾറെഡി ഐലാഷസ് എടുത്തല്ലോ. ഇതാണ് എൻ്റെ കൂടെ കിട്ടിയ ഐലൈനർ. ഇറ്റ്സ് നോട്ട് ഫ്രീ, ബട്ട് ബോത്ത് ഒരു കോംബോ ഓഫറാണ് ഞാൻ വാങ്ങിച്ചത്. സോ അതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കില്ല, ജസ്റ്റ് ഒന്ന് അന്ന് മുട്ടിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. ഓക്കെ, I don't like too much of stuff in my eyes as well. So simple and humble ആയിരുന്നു. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഫിംഗർ കൊണ്ട് ഞാനൊരു ട്രിക്ക് ചെയ്യും.
ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ആ ലിക്വിഡും സംഭവമൊക്കെ ഇവിടെ വരും. ബാക്കി വോളിമൈസ്ഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ലൈക്ക് ദിസ്. ഓക്കെ, ലാഷസ് ആവശ്യത്തിന് ടാസ്ക്കാണ്. ഇത്രയും വോളിമൊക്കെ മതി എനിക്ക്. 12 ആകുമ്പോൾ ഞാൻ ഇറങ്ങണം. എൻ്റെ ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. നമ്പർ 6 കോസ്മിക് പൗഡർ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ ഒരു പേര്. ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്റ്റഫാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു പൗഡറി പ്രോഡക്റ്റാണ്, ബട്ട് കണ്ടോ ഒരു ക്രീമി ടെക്സ്ചർ വരും. ഈ ക്രീമി ടെക്സ്ചർ കൊണ്ട് ഇത് ലൈക്ക് ഈസിലി സ്ലൈഡിങ് ഇട്ട് കണ്ടോ എളുപ്പമാണ് അപ്ലൈ ചെയ്യാനും. എന്താണ് ശരീരത്തിൽ ലാസ്റ്റ് ലോങ്ങർ ആസ് വെൽ. സോ അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടം. ഞാൻ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ എന്തായാലും ഹൈലൈറ്റർ മറ്റേ ഇതിൻ്റെ അകത്തുള്ളത് കാരണം ഞാൻ ഇതധികം യൂസ് ചെയ്യില്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് പ്രോഡക്റ്റ്. ഐ ലൈക്ക് ഇറ്റ്. സോ ഇത് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇത്രയൊക്കെ മതി. ടു മച്ച് ഇസ് വെരി ബാഡ്. സോ ലിപ് ലൈനർ ഞാനൊരു ലൈറ്റായിട്ടൊന്ന് ലിപ്പിൽ വരയ്ക്കുക. ജസ്റ്റ് give it a line, just outline and finish it. Get this V in the middle, then draw the line till the end of the lips and just fill in. That's it. This is the perfect way of applying lip liner. I'm going to apply lipstick, just very mild, not too much. That's it. I hope ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് ഞാൻ ഇങ്ങനെ മിക്സ് മാച്ച് ചെയ്തായിരുന്നു. ആദ്യം ലിപ് ലൈനർ ഇടുമല്ലോ, അതിന് ഓൾറെഡി ഒരു ഷെയ്ഡ് ഉണ്ട്. ഇറ്റ്സ് റഷ്യൻ റെഡ് ഷെയ്ഡ് ആൻഡ് ദിസ് വൺ ഇസ് എവർ ബ്യൂട്ടി 205 ഷെയ്ഡ്. ഇതാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ ഉപയോഗിക്കാറുള്ള ലിപ് ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് ഫോർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ദിസ് ഐ ബോട്ട് ഇറ്റ് ഫ്രം സൂഡിയോ. ഇതും ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. ഇത് എൻ്റെ ലിപ്പ് ഓയിലാണ്. കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ലിപ്പ് ഓയിലാണ്. ഇറ്റ് വിൽ ഗിവ് എ റിയലി ഫ്രഷ് ഗ്ലോ. കണ്ടാൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പം നിങ്ങൾ ഇത് കാണില്ല, കുറച്ച് നിങ്ങൾ യൂൽക്കിട്ടുന്നു. That's it. I will show it in the sunlight. I will feel very good about it. Wow! So ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. ഇൻ്റർവ്യൂവിനൊക്കെ പോലെ I hope this will go on with it. So I might rub some of the amount of lipstick, but this is looking absolutely gorgeous. So that's it. ഞാൻ ഡ്രസ്സ് മാറി നിങ്ങളെ കാണിക്കാം. സോ വേറെ ഞാൻ പ്രത്യേകിച്ച് എനിക്ക്